ഹലോ എവരി വൺ, ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എന്തായാലും ചക്ക കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് നമ്മൾ ആദ്യം തന്നെ ചക്ക ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ടിയില്ലാതെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. നമ്മളിതിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കൂടുതൽ നമ്മൾ ഇഞ്ചിയാണ് എടുക്കേണ്ടത്, കുറച്ച് വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് കടലമാവാണ്. അതിലേക്ക് ഒരു അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ അരിപ്പൊടി എടുക്കണം. അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടൊമാറ്റോ സോസ് വേണം, ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അതിനു മുമ്പ് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയും അതുപോലെ തന്നെ മൈദ, കടലമാവ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുകൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഞാനിതിന് മുമ്പ് വേറൊരു ചീര വെജ് പക്കോടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക കേട്ടോ. ഇനി ഞാൻ ഒരു അരക്കപ്പും കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാനായിട്ട്. നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇപ്പൊ ചക്കൊക്കെ ഒരുവിധം ആൾക്കാർക്കൊക്കെ കിട്ടുന്നുണ്ടാവും. പിന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ ആവും മിക്കവാറും നമ്മളെ വിഭവങ്ങള്. അപ്പൊ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ദാ നമ്മുടെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.